പതാകയേന്തിയ കപ്പലുകൾക്ക് ആരെയും പേടിക്കാതെ തന്നെ രാജകീയമായി ഹോർമുസ് കടലിടുക്ക് കടക്കാൻ സാധിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ LPG ഗ്യാസുമായി ഇന്ത്യയുടെ 2 കപ്പലുകൾ കൂടി ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്ന വാർത്ത. ഇനിയും ഏകദേശം 6 ഇന്ത്യൻ കപ്പലുകൾക്ക് കൂടിയാണ് ഇവിടെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇവയെല്ലാം വരും ദിവസങ്ങളിലായി തന്നെ ഈ ഇന്ത്യൻ തീരത്തേക്ക് നങ്കൂരമിടുമെന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നീക്കമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന മുറവിളി കൂട്ടുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി കൂടിയാണെന്ന് ഹോർമുസ് കടലിടുക്ക് കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കപ്പലുകൾ എത്തുന്നത്. ഈ കപ്പലുകളുടെ എണ്ണമാകട്ടെ അത് വർദ്ധിക്കുന്നതായും ഇവിടെ കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല, ചൈനയിലേക്ക് സഞ്ചരിച്ച കപ്പലുകൾ പോലും ഇന്ത്യയിലേക്ക് തിരിച്ചു വിടണമെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നയതന്ത്രം അത് എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. ഈ ഒരു വിഷയമാകട്ടെ ഇപ്പോൾ ആഗോള തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ 2 കൂറ്റൻ കപ്പലുകൾ കൂടി, കൂറ്റൻ ചരക്ക് കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ പതാകയേന്തിയ ഭാരതീയ പതാക വഹിക്കുന്ന, അതായത് W ടയർ അതേപോലെ WLM എന്ന 2 കൂറ്റൻ LPG കപ്പലുകൾ ഇവിടെ അതായത് ഹോർമുസ് കടലിടുക്ക് കടന്നുകൊണ്ട് ഒമാൻ ഉൾക്കടലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേന ഈ കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങൾ മൂലം ഈ കപ്പലുകൾ ഏത് തുറമുഖത്തായിരിക്കും എത്തിച്ചേരുക എന്നതോ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇവ രണ്ടും വെരി ലാർജ് ഗ്യാസ് കരിയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലുകളാണ്. ഏകദേശം 90,000 ലിറ്ററിലധികം പാചകവാതകം വഹിക്കാൻ കഴിയുന്ന കപ്പലുകളാണ് ഇവ. മാത്രമല്ല, ഇറാൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധ കപ്പലുകൾ ഈ LPG കപ്പലുകൾക്ക് അകമ്പടി ഒരുക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഫ്ലാഗുകൾ വഹിക്കുന്ന കപ്പലുകൾക്ക് ഇറാൻ സൈന്യം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിലും മേഖലയിലെ മറ്റു വിദേശ ശക്തികളുടെ ആക്രമണ സാധ്യതയും ഇവിടെ തള്ളിക്കളയാൻ ആകില്ല എന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. ഇത് മറികടക്കാൻ ഇന്ത്യൻ നാവികസേന കപ്പലുകൾക്ക് പ്രത്യേക മാപ്പിങ്ങും ആശയവിനിമയ പിന്തുണയും നൽകുന്നുണ്ട്. വൈകാതെ തന്നെ ഇന്ത്യയുടെ 6 കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടക്കുമെന്നാണ് ഇവിടെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചൈനയിലേക്ക് പോകേണ്ട ഇറാന്റെ അറോറ എന്ന പാചകവാത ടാങ്കർ ഇന്ത്യയിലെ മംഗലാപുരത്ത് തിരിച്ചുവിട്ടത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യമാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പവറാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അറോറ എന്ന പാചകവാതകം നിറച്ച ഇറാന്റെ കപ്പൽ ചൈനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നത്. ചൈനയിലെ ഒരു പാചകവാതക ബിസിനസ് സ്ഥാപനവുമായി ഉറപ്പിച്ച ഡീലായിരുന്നു അത്. വാസ്തവത്തിൽ അമേരിക്ക നിരോധിച്ച കപ്പലായിരുന്നു ഇറാന്റെ അറോറ. അതേപോലെ അമേരിക്കയുടെ ഉപരോധം ലംഘിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും ഇന്ധനം അവിടെ ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന ആരോപണം നേരിടുന്ന ആ ഒരു കപ്പലായതിനാൽ തന്നെ അറോറയെ ഏത് നിമിഷവും അമേരിക്ക ആക്രമിച്ചേക്കും എന്ന ഭീതി നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണിപ്പോൾ ചൈനയിൽ നിന്നും വഴിതിരിച്ച് ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ തീരത്തേക്ക് അത് എത്തുകയും ഇവിടെ നങ്കൂരമിടുകയും ചെയ്തതെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.